സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങളുടെ നിരക്ക് കൂട്ടിയിട്ടും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയാണ്. സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന 13 ഭക്ഷ്യവസ്തുക്കളിൽ ഭൂരിഭാഗവും ലഭ്യമല്ല. ഒന്നോ രണ്ടോ സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ലഭിക്കാനുള്ളത്. ഈസ്റ്റർ, റംസാൻ, വിഷു ചന്തകൾ അങ്ങനെ ആഘോഷങ്ങളെല്ലാമാണ്. ഞായറാഴ്ച ഇപ്പോൾ ഈസ്റ്ററായി. അങ്ങനെ വിവിധ ആഘോഷങ്ങൾ തുടങ്ങാനിരിക്കെ അതിനുള്ള പ്രത്യേക ചന്തകളൊക്കെ തുടങ്ങാനിരിക്കെയാണ് സപ്ലൈകോയിലെ പ്രതിസന്ധി തുടരുന്നത്. എറണാകുളം ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തെ ഹൈപ്പർ മാർക്കറ്റിൽ പോലും സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്നതാണ് അവസ്ഥ. പനമ്പള്ളി നഗറിലെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കേരളത്തിൽ മിക്കവാറും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആൾക്കാർ ഉൾപ്പെടെ എത്തുന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണ്. ഇവിടെ നമുക്ക് റാക്കിൽ തന്നെ പരിശോധിക്കാം. ഇവിടെ ധാന്യങ്ങൾ കാണാം. പക്ഷേ ഈ ധാന്യങ്ങൾ ഭൂരിഭാഗവും സബ്സിഡി ഇല്ലാത്തതാണ്. ചെറുപയർ സബ്സിഡി ഉള്ളതാണ്, പക്ഷേ കടല വലിയ വിലയുടേതാണ്. പയർ, സാമ്പാർ പരിപ്പ് അടക്കം അത് ഒന്നും ഈ സബ്സിഡി ഉള്ളതല്ല. ഉഴുന്ന് പരിപ്പ് പക്ഷേ സബ്സിഡി ഉള്ളതാണ്. അങ്ങനെ 3 ഉൽപ്പന്നങ്ങൾ മാത്രമാണ്, വെളിച്ചെണ്ണ ഉൾപ്പെടെ 3 ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ സബ്സിഡിയായി ഉള്ളത്. മുളകുണ്ട്, പക്ഷേ ഈ മുളക് സബ്സിഡി ഇല്ല. 13 ഇനങ്ങൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉറപ്പുവരുത്താനുള്ള നീക്കം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ മന്ത്രി നൽകിയ ഉറപ്പും ഇനി അങ്ങോട്ട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നാണ്. പക്ഷേ മന്ത്രിയുടെ വാക്കുകൾ പാഴ്വാക്കായി മാറുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ പനമ്പള്ളിയിലുള്ള സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ നിന്നും എനിക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് പെസഹ വ്യാഴം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഉപഭോക്താക്കളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. എത്തിയ ഒരാൾ നമുക്കിപ്പോൾ ഉണ്ട്. സബ്സിഡി ഇനങ്ങളിൽ എന്തെങ്കിലും കിട്ടിയോ? സബ്സിഡി ഇനങ്ങളിൽ ഒന്നും കുറവാണ്, സാധനങ്ങൾ ഒന്നുമില്ല. സബ്സിഡിയിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറുപയർ, ഉഴുന്ന് പരിപ്പ്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത്? ഞാൻ സബ്സിഡിക്ക് വേണ്ടി വന്നു നോക്കിയാണ്. അന്നപ്പോൾ അതന്നെ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല, വേറെ സാധനങ്ങളൊന്നും ഇല്ല. സബ്സിഡി ഉള്ള ചെറുപയറും ഉഴുന്നും കടലയും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കിട്ടി, അത് വെളിച്ചെണ്ണ കിട്ടി. കടലില്ലല്ലോ, കടലില്ല. ഇത് സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടുണ്ടാകാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. തൊഴിലും ഒക്കെ ഇല്ലാത്തവരും കൂടി ബുദ്ധിമുട്ടുന്നത്. അതാണ്, പല സാധനങ്ങളും കിട്ടാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഈ ആഘോഷ സമയം കൂടി വരികയാണ്, അതും വലിയ തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുമെന്നാണ് ഒരു ഉപഭോക്താവ് നമ്മളോട് പ്രതികരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ സപ്ലൈകോയിലാണ്. എത്ര സബ്സിഡി സാധനങ്ങൾ ഇവിടെ ഈ നിമിഷം ലഭ്യമാണ്? നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. മാഡം, ഈസ്റ്ററിങ് അടുത്ത് കഴിഞ്ഞു, ഇനിയും 1-2 ദിവസം കൂടിയേ ഉള്ളൂ. എത്ര സബ്സിഡി ഐറ്റങ്ങളുണ്ട് ഇവിടെ? ഇപ്പം നമുക്ക് പഞ്ചസാര, തമര ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും ഇന്നലെ കൊണ്ടെത്തി കഴിഞ്ഞിട്ടും. കെയറൈസ് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. പയർ, ഉഴുന്ന്, മുളക്, മല്ലി, ഇപ്പോൾ ആൾക്കാർക്ക് യഥേഷ്ടം വാങ്ങിക്കാനുള്ള സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എല്ലാ ഐറ്റംസും ഉണ്ടോ? ചോദിച്ചോ? അത്ര മെച്ചമായിട്ടൊന്നുമില്ല, ഐറ്റങ്ങൾ വളരെ കുറവുണ്ട്. വേണ്ടിയ ഐറ്റംസ് ഒന്നുമില്ല. പരിപ്പില്ല, പിന്നെ പഞ്ചസാരയില്ല. പിന്നെ അതൊക്കെ വാങ്ങിക്കാനില്ലേ സബ്സിഡിയുടെ വരുന്നത്. വെളിച്ചെണ്ണയില്ല, പഞ്ചസാരയില്ല, വൻപയറില്ല. ഈസ്റ്റർ ദിനത്തിന് അല്ലെങ്കിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് 3 സബ്സിഡി സാധനങ്ങൾ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. വിഷുവിന് മുമ്പെങ്കിലും 3 ഇനങ്ങൾ വരും എന്നാണ് സപ്ലൈകോയിലെ മാനേജർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.